ഒരേ ദിവസം തന്നെ വാനിലയും ചോക്ലേറ്റും ഒരുമിച്ച് കിട്ടിയപ്പോൾ അതെന്നാ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വാനില എന്ന് പറയുമ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പം വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് അരിച്ചെടുക്കുന്നത്. ഇതൊന്നും അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെച്ച ശേഷം വേറൊരു ബൗളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റിയെടുക്കുകയാണ്. ആക്ച്വലി ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ഡ്രീം കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രീം കേക്ക്. ഇപ്പോൾ നമുക്ക് ഷോപ്പിലൊന്നും അങ്ങനെ കിട്ടാനില്ല. അപ്പം ഷോപ്പിലില്ലാത്തതുകൊണ്ട് കൂടുതലും എനിക്ക് ഡ്രീം കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ വരാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ കിട്ടാനൊന്നുമില്ല നമ്മുടെ ഏരിയയിൽ. ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കാരണം ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. അപ്പം ഇന്ന് 1 kg ഡ്രീം കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിന്നൊരു വീഡിയോ ആക്കി ഇട്ടുന്നുള്ളൂ കേട്ടോ. ചോക്ലേറ്റിനും ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ കേക്ക് ആകുമ്പോൾ ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഇടുന്നേക്കാട്ടിയും എക്സ്ട്രാ നമ്മളൊരു 3-4 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ 1 kg ആകുമ്പോൾ 4 എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അതിലോട്ട് 1 കപ്പ് പൗഡർ ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും, പിന്നെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ, അത് ഓപ്ഷനിലാണ്. അതോടെ ആഡ് ചെയ്തിട്ട് 1 റൗണ്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ബാറ്ററാണ് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാൻ പോണത്. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ എപ്പോഴും ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ചെമ്പാണിത്. അപ്പം അതിലോട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്പിൽ 1.5 kg വരെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. 1.5 kgക്ക് മുകളിലൊക്കെ ഞാൻ വേറൊരു ചെമ്പിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് കേക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചെമ്പാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മൂടി എയർ നമ്മൾ പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹീറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. തീ ഉണ്ടല്ലോ, അത് ഒരു മീഡിയം മോഡിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാണ്. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം ഞാനിതാ അടുത്തത് ബ്ലാക്ക് ഫോറസ്റ്റ്, അതായത് ചോക്ലേറ്റ് കേക്ക്, അതിൻ്റെ സ്പഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 4 എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ആ സെയിം മെത്തേഡ്. ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ബ്ലാക്കും വൈറ്റും ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഓൾറെഡി എൻ്റെ ചാനൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ കാണുന്നവർക്ക് എൻ്റെ ചാനലൊക്കെ ഒന്ന് കയറിയിട്ട് എൻ്റെ കേക്കിൻ്റെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ആദ്യം തന്നെ കയറി പോയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ ഇങ്ങനെ പറന്ന് പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ബീറ്റർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കുറച്ച് സെറ്റാക്കിയ ശേഷം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ബീറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ച് നമ്മൾ കറക്റ്റ് 1 kg മോൾഡ്, അതായത് 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ. അതായത് 1.5 kg കേക്കിൻ്റെ മോൾഡാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ കത്തിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആവശ്യത്തിൽ തീ ഓഫാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ തീ ഓഫാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരെ ഇത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് കേക്കും വെച്ചു. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1 kg കേക്കിൻ്റെ ബാറ്റർ 1.5 kg കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഹൈറ്റിലാണ് കിട്ടുക. വലിയ ഹൈറ്റൊന്നും ഉണ്ടാവില്ല, നീട്ടി പരന്നിട്ടാണ് കിട്ടുക. അപ്പം എനിക്ക് നീട്ടി പരന്നിട്ട് ഉള്ളതാണ് ആവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ 2 ലെയർ മതി. അതുകൊണ്ട് എനിക്ക് അധികം ഹൈറ്റൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 3 ലെയറിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ കിട്ടണം. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 ഇഞ്ചിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കണം. അങ്ങനെ കേക്കിനെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടല്ലോ, അത് ഈ ഒരു ലുക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു ലവ് ഷേപ്പിലുള്ള കേക്കാണ് എനിക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ ലവ് ഷേപ്പിലുള്ള കേക്കൊക്കെ ഓൾറെഡി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സെയിം കേക്കിൻ്റെ ഡെക്കറേഷൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഒന്ന് കാര്യമായിട്ട് എടുക്കാത്തത്. കാരണം ഓൾറെഡി നമ്മുടെ ചാനലുണ്ടല്ലോ, വീണ്ടും ഇങ്ങനെ എടുത്തിട്ടിടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് തന്നെയാണ്. അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് കസ്റ്റമർ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അതിനുശേഷം ഞാനിതാ 2 ലെയറായിട്ട് ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ സ്പഞ്ചിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് 1 kg ഡ്രീം കേക്കിൻ്റെ ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രീം കേക്ക് കുറേ ആയില്ലേ എല്ലാവരും കണ്ടിട്ട്. ഇപ്പോൾ ഈ അടുത്ത് ആരും ഇങ്ങനെ ഡ്രീം കേക്ക് ഒന്നും അപ്ലോഡ് ചെയ്യുന്നത് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഡ്രീം കേക്കിൻ്റെയും ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെയല്ല ഉണ്ടാക്കിക്കുന്നത്. എപ്പോഴും നമ്മൾ ഡ്രീം കേക്കിൻ്റെ 5th ലെയറായിട്ട് കൊക്കോ പൗഡർ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാറില്ലേ, അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഡ്രീം കേക്ക് ഉണ്ടാക്കണ പോലെ ചെയ്തിട്ട് കൊക്കോ പൗഡർ ഒന്ന് ഒഴിവാക്കിയ അത്രേ ഉള്ളൂ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതിൽ നട്ട്സും ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണില്ല. എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു, ഒന്നും കൂടി ഭംഗിയുണ്ടാവും അത് കാണുമ്പോൾ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഓഫീസിലേക്കും ഒന്ന് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം കസിൻ്റെ വീട്ടിലേക്കുമാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമല്ലോ. കസ്റ്റമർ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്തിട്ടാണ് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൊക്കോ പൗഡർ ഇടണ്ടങ്ങൾ ഒഴിവാക്കി. ഞാൻ ഒഴിവാക്കണമെന്ന് ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നട്ട്സും അതുപോലെ ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ആ പൊടി ഇടണം തോന്നിയില്ല കേട്ടോ. കാരണം അതില്ലാണ്ട് ഒരു പുഡിങ് പോലെയൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ. ചോക്കോ ചിപ്സും നട്ട്സും ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാണ് കേട്ടോ. ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് എടുത്ത് കൊടുക്കണത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് മുന്നേയൊക്കെ ചെയ്ത് തരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. ഡ്രീം കേക്കിൻ്റെ എല്ലാ സ്റ്റെപ്സും ഒരൊറ്റയടിക്ക് തീർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കലാണ്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.